അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് എന്തൊക്കെ ചേരുവകൾ വേണോ നമുക്ക് നോക്കിയാലോ. 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ടാവും കേട്ടോ, അത് ചോപ്പ് ചെയ്തത്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെയ്യ് എല്ലാവരുടെയും അളവിനനുസരിച്ച് എടുക്കുക. അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമ്മൾ പാൻ ചൂടാകാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ പാൻ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുത്ത് നെയ്യാണ് കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി നെയ്യ് നമുക്ക് ക്യാരറ്റ് കുക്ക് ആകുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നെയ്യ് നല്ല രീതിക്ക് അങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് ഇളക്കി നെയ്യുമായിട്ട് നല്ല രീതിക്ക് അങ്ങ് യോജിപ്പിക്കണം. നമ്മുടെ ക്യാരറ്റ് നെയ്യിൽ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി പഞ്ചസാരയും ഈ ക്യാരറ്റോട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മുടെ ക്യാരറ്റും പഞ്ചസാരയും നന്നായിട്ട് അങ്ങ് മിക്സ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്തത് ലോ ഫ്ലെയിമിലിട്ടാണ്. അതാവുമ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായിട്ട് ക്യാരറ്റിലേക്ക് പെട്ടെന്ന് അങ്ങ് പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാലൊഴിച്ച് കൊടുക്കാം. നമ്മളാണെങ്കിൽ മുഴുവൻ പാൽ ഒഴിക്കുന്നില്ല കേട്ടോ, നമ്മൾ വളരെ കുറച്ച് പാലേ ഒഴിക്കുന്നുള്ളൂ. ബാക്കി പാല് പിന്നീട് അതിലേക്ക് ചേർത്ത് തിളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഈ പാല് നന്നായിട്ട് ക്യാരറ്റോട്ട് മിക്സ് ആയിട്ട് പാല് വറ്റി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത പാല് മൊത്തം വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിലേക്ക് രണ്ടാമത് വീണ്ടും കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുവാണ്. അതാകുമ്പോൾ പതുക്കെ ആ ക്യാരറ്റ് ഈ പാലിനകത്ത് കിടന്നങ്ങ് വെന്തോളും കേട്ടോ. അതാകുമ്പോൾ ആ പാലിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ക്യാരറ്റിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഈ പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ പാലിലേക്ക് കിടന്ന് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് പാല് ഫുള്ള് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ട് ചെയ്യാം. അപ്പോൾ ലൂസ് ആകാൻ വേണ്ടി ഞാൻ കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും നമ്മുടെ ക്യാരറ്റും ഒക്കെ ആയിട്ട് നന്നായിട്ടങ്ങ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു ശരിക്കും പറയാമെങ്കിൽ. നമ്മുടെ നെയ്യുടെയും ആ ക്യാരറ്റിൻ്റെയും പഞ്ചസാരയും പിന്നെ അത് മിൽക്ക് കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു മണം എല്ലാം കൂടി ചേർത്ത് നല്ലൊരു മണമായിരുന്നു കേട്ടോ ആകെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതങ്ങ് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ക്യാരറ്റിനകത്ത് നന്നായിട്ട് അങ്ങ് അബ്സോർബ് ആവുന്ന രീതിക്ക് വേണം നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കുറച്ച് മൂടി വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂടി തുറന്ന് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് അതങ്ങ് കുക്കായിട്ടുണ്ടായിരുന്നേ. നമ്മളാണെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഹൽവയിലോട്ട് കളറൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി, ഞാൻ അതിലേക്ക് ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏലക്കയുടെ ഒരു മണത്തിനായിട്ട് 2 ഏലക്ക നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടത് അത് കുറച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും. ഫ്രിഡ്ജിലാകുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് സെറ്റായി കിട്ടും. നമുക്ക് ചൂടില്ലാതെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ഫ്രിഡ്ജ് ചെയ്തിട്ട് സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയതങ്ങ് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതാണെങ്കിൽ എല്ലാം കൂടെ അതിലേക്ക് ഇനി കയറി വരുമായിരുന്നു കേട്ടോ. അതിന് ഒട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഹൽവ. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട്. കാണുന്നതിന് നമുക്ക് അതിൻ്റെ ഒരു അവരുടെ റിയാക്ഷൻ നമ്മൾ അറിയില്ല. ഒന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊരു സപ്പോർട്ടായി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ